എന്താ പ്രശ്നം? ഞാൻ നോക്കുമ്പോ മുറ്റത്ത് കിടക്കണ്ട്, എന്താന്ന് അറിയില്ല. എന്താ ഉണ്ടായി? ഷുഗറിന്റെ വല്ല പ്രശ്നമുണ്ടോ? ഷുഗറൊന്നല്ല. ഞാനിവിടെ ഇരുത്തിയത് മുതൽ ചോദിച്ചു തുടങ്ങുന്നതാ, ഒന്നും പറയണില്ല. പ്രഷർ എങ്ങാനും കുറഞ്ഞതാവും. കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കി കൊടുത്തോ. പ്രഷറൊന്നല്ല. ചേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ താല്പര്യമില്ലെന്ന്, പിന്നെ എന്തിനാ വന്നേ? നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഞാൻ അമ്മൂമ്മയെ കണ്ടു. വരുന്ന വഴിയിൽ പിന്നെയും കണ്ടു ഞാൻ. ചേട്ടാ, ഇതേതാ കാലെന്ന് മനസ്സിലായോ? ഈ കാലത്ത് പ്രേതം. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ദൈവത്തെ വിശ്വാസമുണ്ടോ? എന്ന പ്രേതമുണ്ട്. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. മരിച്ചവരൊക്കെ വന്ന് നിൽക്കുകയാണല്ലോ അവിടെ. നിങ്ങളെത്തിയാ സമാധാനായി ഇവിടെ. അല്ല, എന്തോ ആപത്തുണ്ടാവുമോ എന്ന് തോന്നി എനിക്ക്. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു. ബാധകളാവാഹിക്കണം, അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ലേ. അല്ലെങ്കിൽ മരണം ഉറപ്പാ. പറഞ്ഞ കാശുണ്ടാക്കാനാ. എന്തായാലും അതിന്റെ ചാർത്തും കാര്യങ്ങളൊക്കെ തരാം. എല്ലാം വാങ്ങിച്ചു വയ്ക്ക്, അല്ലെങ്കിൽ ഇവിടെ ഏൽപ്പിച്ചാ മതി. കാശിന്റെ കാര്യം പ്രശ്നമാക്കണ്ട, അതെല്ലാം ഞങ്ങൾ ചെയ്തോളാം. എന്റെ മോന് വേണ്ടിയിട്ടാണ്. അതൊന്നും നടക്കില്ല. ഈ വീട്ടിൽ നിന്ന് എന്തായാലും അതിനുള്ള യോഗമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വിഷമിക്കണ്ട, അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എല്ലാം വഴിയുണ്ടാവും. പേടിക്കണ്ട, നമ്മള് കഥകൾ കേട്ടിട്ടില്ലേ? ആ കഥകളിൽ ഒരു അപ്പൂപ്പനാണ് ഞാൻ. കരയണ്ട, എല്ലാവരും മരിച്ചവരുടെ പുനർജന്മങ്ങളല്ലേ. നീയും ഒരു പുനർജന്മമാണ്. മോളെ, എന്താ പറ്റിയത്? എണീക്ക് മോളെ. മോളെ മോളെ എന്താ പറ്റിയേ? എന്താ പറ്റിയത് മോളെ? നീ എന്താ ഇവിടെ കിടക്കണേ? നിനക്ക് എന്താ പറ്റിയത് മോളെ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. ഞാനെവിടെ കിടന്നിരുന്നേ? എന്തമ്മ, എന്താ പറ്റിയേ? എന്താ? ഇതെന്തിന്റെ തുടക്കാണ്? എനിക്ക് പേടിയാവുന്നുണ്ട്. മോൾ എന്തെങ്കിലും സ്വപ്നം കണ്ടു. അമ്മ പറയാറുള്ള കഥകളില്ലേ, അതിലൊരാളെ പോലെ. നമുക്കൊന്നുമില്ല കേട്ടോ. അവര് പറഞ്ഞ പോലെ നമുക്ക് പൂജ ചെയ്യാട്ടാ. മോളെ, എന്താ പറ്റിയത്? അവിടെ നിന്ന് ആരും എന്താ പറ്റിയത്? ഞാൻ പോയിട്ട് ചാറ്റിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാട്ടോ. ആരെ വിളിപ്പിക്കാനാ? ഞാൻ പോയിട്ട് ചാറ്റിലുള്ള സാധനങ്ങൾ ആരെ വിളിപ്പിക്കാനാന്ന്? മോളെ, ഞാൻ പറഞ്ഞില്ലേ. oh, 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 oh.
നീ ഒരു പുനർജന്മമാണ്. ഇനിയുള്ള കാലം ഇങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്. അമ്മ അമ്മ അമ്മേ, അമ്മ ഇത് കണ്ട ചേട്ടൻ അങ്ങനില്ല, മൂക്കുന്നൊക്കെ ചോര വരുന്നുണ്ട്. അമ്മ അവിടെ നിൽക്ക്, ഞാൻ ആംബുലൻസ് വിളിക്കട്ടെ.